ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡിസംബർ 11-ാം തീയതിയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് നോൽമ്പ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. വരുന്ന 18-ാം തീയതി, 18, 19 തീയതികളിൽ ഞങ്ങളുടെ തറവാട്ടിൽ ഒരു പൂജ നടക്കുന്നുണ്ട്. 2 ദിവസത്തെ പരിപാടിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഇന്ന് രാവിലെ തന്നെ കുളിച്ച് ഞങ്ങളുടെ നോൽമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ലിതുമോൾ സ്കൂളിൽ പോയി. പിന്നെ ചെറുതിനെ ഞാൻ കുളിപ്പിച്ചിട്ടില്ല കേട്ടോ. രാവിലെ ഇപ്പം ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ അവളെ കുളിപ്പിച്ചിട്ടില്ല. അവളെ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണല്ലേ. അപ്പോൾ ടാറ്റ കൊടുക്കും. കുളിച്ചിട്ട് വന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ കുഞ്ഞൂസിനെ കുളിപ്പിച്ചു, ചന്ദനൊക്കെ തൊടിപ്പിച്ചു, കഴുത്തിലൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ അവൾ കാണിക്കുന്നത്. പിന്നെ അവൾക്ക് കഞ്ഞി കൊടുത്തു. കഞ്ഞിക്ക് ഇന്ന് സാമ്പാറിലെ കഷ്ണങ്ങളാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഞാൻ ഇന്നൊരു കാര്യം പറയുകയാണെങ്കിൽ, തത്തയ്ക്ക് ചോറ് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ചോറ് കൊടുത്തു, വെള്ളം കൊടുത്ത് ഞാനിങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തും തത്ത പാറിപ്പോയി ഗൈസ്. 3 തത്ത ഉണ്ടായിരുന്നു, അതിലൊന്ന് പാറി പുറത്തിറങ്ങി. പിന്നെ എനിക്കാണെങ്കിൽ അതിനെ കൂട്ടിലാക്കാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ചെറീൻ്റെ അടുത്തുനിന്ന് നല്ലോണം ചീത്ത കിട്ടു. അപ്പോൾ അത് എവിടെ പോയാലും തിരിച്ച് വരും കേട്ടോ. അങ്ങനെ തിരിച്ച് വന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പം മോൾക്ക് ഭയങ്കര സന്തോഷം അതിനെ കണ്ടിട്ട്. അപ്പോൾ ആ ചെറി തന്നെ വരേണ്ടി വന്നു. പണി കഴിഞ്ഞ ശേഷം ചെറി വന്നിട്ടാണ് പിന്നെ അതിനെ കൂട്ടിലേക്ക് കയറ്റിയത്. പിന്നെ വൈകുന്നേരമൊക്കെ ആയപ്പോൾ മോള് മേലൊക്കെ കഴുകി പ്രാർത്ഥിക്കാൻ തുടങ്ങി കേട്ടോ. അമ്മേ നാരായണ, ദേവി നാരായണൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല വിറ്റുണ്ട് കേൾക്കാൻ. ഞാനവൾക്ക് ചൊല്ലി കൊടുക്കുന്നുണ്ട് കേട്ടോ, അമ്മേ നാരായണ, ദേവി നാരായണ. അതിനിടയിൽ അവളൊരു കൊതുക് കടിച്ചിട്ടോ, അതാ എക്സ്പ്രഷനാണിത്. അപ്പോൾ നല്ലോണം പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അവൾക്ക് കഴിയുന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അച്ഛമ്മ കാണുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അവൾ പ്രാർത്ഥിക്കുന്നത്, ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് ഇതേപോലെ രാവിലെ 11 മണിയായപ്പോൾ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആരും കണ്ടിട്ടില്ല. പൂജാറൂമിൽ പോയി എടുത്ത് കൊണ്ടുവന്നതാണ്. പിന്നെ അങ്ങനെ രാത്രി ആയപ്പോൾ മേലൊക്കെ കഴുകി ഡ്രസ്സൊക്കെ മാറി ചേച്ചിയുടെ കൂടെ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാണ് കേട്ടോ. ചേച്ചി കാണിച്ച് കൊടുക്കുന്ന പോലെ ചെറുത് കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. ആൾക്കാകെ 1.5 വയസ്സായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആൾക്ക് കഴിയും പോലെ അവൾ കളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ചെറുതിനെ കൂടെ കുറച്ചും കൂടെ വലുതായിട്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പറഞ്ഞയക്കണം എന്നുണ്ട്. അപ്പോഴേക്കും ഇതുമോൾ ഏകദേശം പ്രായമാവും, അവൾ വലുതാവും. എന്നിട്ട് വേണം ഇവളെ കൂടെ ഡാൻസ് ക്ലാസ്സിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നെയും മക്കളെയൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.